ഖുമൈനിയുടെ തിരിച്ചുവരവും ഇറാന്റെ രൂപാന്തരവും. ആകാശത്തിൽ നിന്നിറങ്ങിയ വിപ്ലവം. 1979 ഫെബ്രുവരി 1 പാരീസിൽ നിന്ന് പുറപ്പെട്ട ഒരു എയർ ഫ്രാൻസ് വിമാനം ഇറാന്റെ ആകാശത്തേക്ക് പ്രവേശിക്കുന്നു. ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തലവനല്ല, സൈനിക ജനറലുമല്ല, 14 വർഷം പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒരു മതനേതാവാണ്. പേര് ആയത്തുള്ള റൂഹുള്ള ഖുമൈനി. പക്ഷേ ആ വിമാനം തെഹ്റാനിലിറങ്ങിയപ്പോൾ വിമാനത്തിൽ നിന്ന് പുറത്തുവന്നത് ഒരാൾ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഇറാനിലിറങ്ങിയത് ഒരു പുതിയ ഭരണസങ്കല്പവും ഒരു പുതിയ രാഷ്ട്രീയ ഭാഷയും പാശ്ചാത്യ ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിപ്ലവവുമായിരുന്നു. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ മടങ്ങിവരവ് എങ്ങനെ 2500 വർഷത്തെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു? രാജാവിനെ പുറത്താക്കിയ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സ്വപ്നം എങ്ങനെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കായി മാറി? ഇന്നത്തെ ഇറാനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ വിമാനത്തിലേക്ക് തിരിച്ചു പോകണം. ഖുമൈനി 1960കളിൽ തന്നെ ഷായുടെ നയങ്ങളുടെ പ്രധാന വിമർശകനായി ഉയർന്നിരുന്നു. ഷായുടെ പാശ്ചാത്യ ബന്ധങ്ങളും അമേരിക്കൻ സ്വാധീനവും മതസ്ഥാപനങ്ങളുടെ അധികാരം കുറയ്ക്കുന്ന പരിഷ്കാരങ്ങളും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. 1964ൽ ഇറാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഖുമൈനി ആദ്യം തുർക്കിയിലേക്കും പിന്നീട് ഇറാഖിലെ നജഫിലേക്കും പോയി. അവിടെ അദ്ദേഹം വികസിപ്പിച്ച പ്രധാന രാഷ്ട്രീയ സങ്കല്പമായിരുന്നു വിലായത്ത് എ ഫക്കീഹ്, അഥവാ ഇസ്ലാമിക നിയമത്തിൽ പ്രാവീണ്യമുള്ള മതപണ്ഡിതന്റെ രക്ഷാധികാരം. ഖുമൈനിയുടെ വാദം ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെ: പ്രവാചകനോ ഇമാമോ നേരിട്ട് സന്നിഹിതനല്ലാത്ത കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയ ദിശ ഒരു യോഗ്യനായ ഇസ്ലാമിക നിയമപണ്ഡിതൻ നയിക്കണം. ഈ ആശയം പിന്നീട് ഇറാന്റെ ഭരണഘടനയുടെ കേന്ദ്രമായി മാറി. 1978ൽ ഇറാഖിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന ഖുമൈനി ഫ്രാൻസിലെ പാരീസിന് സമീപമുള്ള നോഫലിലെ ഷാട്ടോ എന്ന ഗ്രാമത്തിലെത്തി. അത് വിചിത്രമായൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഫ്രാൻസിൽ നിന്ന് അദ്ദേഹത്തിന് ലോകമാധ്യമങ്ങളുമായി എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അഭിമുഖങ്ങളും കാസറ്റ് ടേപ്പുകളിലായി ഇറാനിലേക്ക് കടന്നു. മസ്ജിദുകളിലും വീടുകളിലും ബസാറുകളിലും അവ എളസ്യമായി കേൾക്കപ്പെട്ടു. പാരീസിലെ ചെറിയൊരു വീടിന്റെ മുറ്റം ലോക വിപ്ലവത്തിന്റെ വാർത്താകേന്ദ്രമായി മാറി. ഖുമൈനി ഫ്രാൻസിലെത്തിയത് 78 ഒക്ടോബറിലായിരുന്നു. 79 ഫെബ്രുവരി 1 വരെ അദ്ദേഹം അവിടെ തുടർന്നു. ഷാ രാജ്യം വിടുന്നു. 1978 അവസാനത്തോടെ ഇറാനിലെ പ്രതിഷേധങ്ങൾ നിയന്ത്രണാതീതമായി. രാജ്യവ്യാപക പണിമുടക്കുകൾ എണ്ണ വ്യവസായത്തെയും ബാധിച്ചു. മതപരമായ അനുസ്മരണങ്ങൾ പ്രതിഷേധ ചക്രങ്ങളായി മാറി. ഒരു പ്രതിഷേധത്തിൽ മരിച്ചവർക്കായി 40ാം ദിവസം നടത്തിയ അനുസ്മരണം അടുത്ത വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കി. 1979 ജനുവരി 16 ഷാ ഇറാൻ വിട്ടു. അദ്ദേഹം അതിന് താൽക്കാലിക യാത്രയായി അവതരിപ്പിച്ചെങ്കിലും ജനക്കൂട്ടങ്ങൾക്കത് രാജവാഴ്ചയുടെ അവസാനമായി തോന്നി. അതിനുശേഷമാണ് ഖുമൈനി മടങ്ങിവരുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി ഷാപൂർ ബക്തിയാർ വിമാനത്താവളങ്ങൾ അടച്ചു. ഈ തീരുമാനത്തിനെതിരെ വീണ്ടും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒടുവിൽ വിമാനത്താവളങ്ങൾ തുറന്നു. മടങ്ങിവരവിന്റെ തീയതി നിശ്ചയിച്ചു. 1979 ഫെബ്രുവരി 1 ചരിത്രപ്രസിദ്ധമായ വിമാനം എയർ ഫ്രാൻസ് വിമാനത്തിൽ ഖുമൈനിക്കൊപ്പം അനുയായികളും 100ലധികം അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുമുണ്ടായിരുന്നു. വിമാനം ഇറാൻ വ്യോമപരിധിയിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവർക്കും ഒരേയൊരു ആശങ്ക: സൈന്യം വിമാനം തടയുമോ? വിമാനം ആക്രമിക്കപ്പെടുമോ? അല്ലെങ്കിൽ ഇറങ്ങിയ ഉടനെ ഖുമൈനി അറസ്റ്റിലാകുമോ? എന്നാൽ വിമാനം സുരക്ഷിതമായി തെഹ്റാനിലിറങ്ങി. വിമാനത്തിന്റെ വാതിൽ തുറന്നു. കറുത്ത തലപ്പാവും നീണ്ട വസ്ത്രവും ധരിച്ച വയോധികനായ മതപണ്ഡിതൻ പടികളിറങ്ങി. തെഹ്റാനിലെ വഴികൾ ജനസമുദ്രമായി മാറിയിരുന്നു. കൃത്യമായ സംഖ്യയെക്കുറിച്ച് ചരിത്ര സ്രോതസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ലക്ഷക്കണക്കിന്, ചില കണക്കുകളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റുവെന്നാണ് വിവരിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഖുമൈനി നേരെ പോയത് രാജകൊട്ടാരത്തിലേക്കല്ല, വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടവരെ അടക്കം ചെയ്തിരുന്ന ബെഹഷ്ത് എ സഹ്റ ശ്മശാനത്തിലേക്കാണ്. അവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചു: ബക്തിയാർ സർക്കാരിനെ അംഗീകരിക്കുന്നില്ല. ജനങ്ങളുടെ പിന്തുണയോടെ താൻ പുതിയ സർക്കാർ രൂപീകരിക്കും. പ്രേക്ഷകരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വശത്ത് ഇപ്പോഴും ഔദ്യോഗിക പ്രധാനമന്ത്രി, മറ്റൊരു വശത്ത് ഔദ്യോഗിക പദവിയില്ലാത്തെങ്കിലും ജനപിന്തുണയുള്ള വിപ്ലവ നേതാവ്. ഒരു രാജ്യത്ത് ഒരേ സമയം 2 അധികാര കേന്ദ്രങ്ങൾ. അടുത്ത 10 ദിവസം ഇറാന്റെ ഭാവി നിർണയിച്ചു. ഇനി നാം പരിശോധിക്കുന്നത് സൈന്യം എന്തു ചെയ്തു, ബക്തിയാർ സർക്കാർ എങ്ങനെ തകർന്നു, രാജവാഴ്ചയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഖുമൈനി എങ്ങനെ പുതിയ ഭരണകൂടം പണിതുയർത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. 10 ദിവസത്തിൽ തകർന്ന 2500 വർഷത്തെ സിംഹാസനം. ഖുമൈനി ഇറാനിലെത്തിയപ്പോൾ വിപ്ലവം വിജയിച്ചിരുന്നില്ല. ഷാ പോയിരുന്നു. പക്ഷേ ഷാ നിയമിച്ച സർക്കാർ നിലനിന്നിരുന്നു. സൈന്യത്തിന് ഇപ്പോഴും ആയുധങ്ങളും കമാൻഡ് സംവിധാനവും ഉണ്ടായിരുന്നു. പോലീസ്, ഭരണകൂടം, മന്ത്രാലയങ്ങൾ എല്ലാം ഔദ്യോഗിക സർക്കാരിന്റെ കൈവശം. എന്നാൽ തെരുവുകൾ ഖുമൈനിയുടെ പക്ഷത്തായിരുന്നു. ഇനി ചോദ്യം: തോക്കുള്ളവർ ജയിക്കുമോ? ജനക്കൂട്ടമുള്ളവർ ജയിക്കുമോ? 2 സർക്കാരുകളുടെ പോരാട്ടം. ഖുമൈനി മെഹദി ബസർഗാനെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. അതോടെ ഇറാനിൽ 2 പ്രധാനമന്ത്രിമാരുണ്ടായി. ഷായുടെ ഭരണഘടനാപരമായ പ്രധാനമന്ത്രി ഷാപൂർ ബക്തിയാർ, ഖുമൈനിയുടെ വിപ്ലവ ഇടക്കാല പ്രധാനമന്ത്രി മെഹദി ബസർഗാൻ. രാജ്യത്തെ സർക്കാർ ഓഫീസുകൾക്കും സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു: ആരുടെ ഉത്തരവനുസരിക്കണം? തെരുവുകളിൽ സംഘർഷം ശക്തമായി.
സൈനിക വിഭാഗങ്ങളിൽ കലാപം പടർന്നു. വ്യോമസേനയിലെ ചില ഉദ്യോഗസ്ഥർ ഖുമൈനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായി വാർത്തകൾ പുറത്തുവന്നു. വിപ്ലവകാരികൾ ആയുധശാലകളും പോലീസ് സ്റ്റേഷനുകളും പിടിച്ചെടുത്തു. അവസാനം 1979 ഫെബ്രുവരി 11 സൈന്യം രാഷ്ട്രീയ സംഘർഷത്തിൽ നിഷ്പക്ഷത പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടെ ബക്തിയാർ സർക്കാരിന്റെ അവസാനത്തെ ശക്തികേന്ദ്രവും തകർന്നു. ഖുമൈനി മടങ്ങിയെത്തിയതിന് വെറും 10 ദിവസത്തിനകം പഹലവി രാജവാഴ്ച നിലം പതിച്ചു. ഇറാനിൽ ഇന്നും ഈ 10 ദിവസത്തെ കാലയളവ് ദഹയെ ഫജർ അഥവാ പ്രഭാതത്തിന്റെ 10 ദിവസം എന്ന പേരിൽ ഓർക്കുന്നു. പക്ഷേ വിപ്ലവം ആരുടേതായിരുന്നു? ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. ഷായെ പുറത്താക്കിയത് മതപണ്ഡിതർ മാത്രമായിരുന്നോ? അല്ല. വിപ്ലവത്തിൽ മതവിഭാഗങ്ങളോടൊപ്പം സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ദേശീയവാദികളും ഉദാരവാദികളും വിദ്യാർത്ഥികളും തൊഴിലാളികളും പങ്കെടുത്തു. ഓരോ കൂട്ടരും വിപ്ലവാനന്തര ഇറാനെ വ്യത്യസ്തമായി സങ്കല്പിച്ചു. ചിലർ ജനാധിപത്യ റിപ്പബ്ലിക് ആഗ്രഹിച്ചു, ചിലർ സോഷ്യലിസ്റ്റ് ഭരണകൂടം പ്രതീക്ഷിച്ചു, ചിലർ ഇസ്ലാമിക നിയമത്തെ അടിസ്ഥാനമാക്കിയ സർക്കാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഏറ്റവും ശക്തമായ സംഘടനാ ശൃംഖല മതപണ്ഡിതർക്കായിരുന്നു. മസ്ജിദുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ബസാർ വ്യാപാരികൾ, പ്രാദേശിക മതനേതാക്കൾ ഇവയെല്ലാം ഖുമൈനിയുടെ നേതൃത്വത്തെ രാജ്യത്തിന്റെ അറ്റത്തോളം എത്തിച്ചു. വിപ്ലവത്തിന് ശേഷം ഷായെ എതിർക്കുക എന്ന ഏക ലക്ഷ്യം ഇല്ലാതായപ്പോൾ മുൻ സഹയാത്രികർ തമ്മിലുള്ള അധികാര പോരാട്ടം ആരംഭിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള ജനഹിത പരിശോധന 1979 മാർച്ച് 30, 31 തീയതികളിൽ ജനഹിത പരിശോധന നടന്നു. ചോദ്യം വളരെ നേരിട്ടായിരുന്നു. രാജവാഴ്ചയ്ക്ക് പകരം ഇസ്ലാമിക് റിപ്പബ്ലിക് വേണമോ? ഔദ്യോഗിക ഫലപ്രകാരം വൻ ഭൂരിപക്ഷം അതെ എന്ന് വോട്ട് ചെയ്തു. 1979 ഏപ്രിൽ 1 ഇസ്ലാമിക് റിപ്പബ്ലിക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ വോട്ടെടുപ്പിന്റെ രൂപത്തെയും മറ്റു ഭരണവികല്പങ്ങൾ നൽകാതിരുന്നതെയും ചില രാഷ്ട്രീയ കക്ഷികൾ വിമർശിക്കുകയും ചിലർ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ ഇസ്ലാമിക രാജ്യം മാത്രമായില്ല, അത് റിപ്പബ്ലിക്കും മതാധിഷ്ഠിത മേൽനോട്ടവും ചേർന്ന ഒരു മിശ്ര സംവിധാനമായി മാറി. ജനങ്ങൾ പ്രസിഡന്റിനെയും പാർലമെന്റിനെയും തിരഞ്ഞെടുക്കും. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മുകളിലായി മതപരമായ മേൽനോട്ട സംവിധാനവും ഉണ്ടാകും. ഭരണഘടനയും പരമോന്നത നേതാവും 1979 ഡിസംബറിൽ പുതിയ ഭരണഘടന ജനഹിത പരിശോധനയിലൂടെ അംഗീകരിച്ചു. ഭരണഘടനയിൽ വിലായത് എ ഭഗീഖ് എന്ന ആശയം സ്ഥാപനപരമായി ഉൾപ്പെടുത്തി. ഇതനുസരിച്ച് രാജ്യത്തിന്റെ പരമോന്നത രാഷ്ട്രീയ മത അധികാരം സുപ്രീം ലീഡർ അഥവാ പരമോന്നത നേതാവിനാണ്. പ്രസിഡന്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടും. പാർലമെന്റ് നിയമങ്ങൾ പാസാക്കും. പക്ഷേ സായുധസേനയുടെ പരമാധികാരം, പ്രധാന നയദിശ, യുദ്ധവും സമാധാനവുമായി ബന്ധപ്പെട്ട നിർണായക അധികാരങ്ങൾ, ചില പ്രധാന നിയമനങ്ങൾ ഇവ സുപ്രീം ലീഡറുടെ നിയന്ത്രണത്തിലായി. അതിനു പുറമെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഇസ്ലാമികതയ്ക്കും ഭരണഘടനയ്ക്കും അനുസൃതമാണോ എന്ന് പരിശോധിക്കാൻ ഗാർഡിയൻ കൌൺസിൽ രൂപീകരിച്ചു. മതപണ്ഡിതർ, നിയമവിദഗ്ധർ, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഇവയെല്ലാം ചേർന്ന സങ്കീർണമായ ഭരണഘടനാ ഘടന രൂപപ്പെട്ടു. വിപ്ലവ സംരക്ഷക സേന. പുതിയ ഭരണകൂടത്തിന് പഴയ സൈന്യത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം പഴയ സൈന്യം ഷായുടെ ഭരണകൂടത്തിനോടാണ് ബന്ധപ്പെട്ട് വളർന്നത്. അതുകൊണ്ട് പുതിയ വിപ്ലവത്തെ സംരക്ഷിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC രൂപീകരിച്ചു. കാലക്രമേണ അത് ഒരു സൈനിക സംഘടന മാത്രമായി നിന്നില്ല. രാഷ്ട്രീയം, സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, നിർമ്മാണം, വിദേശനയം, നിരവധി മേഖലകളിൽ സ്വാധീനമുള്ള വലിയ സ്ഥാപനമായി വളർന്നു. സാധാരണ സൈന്യമായ അർത്തേഷ് നിലനിന്നു. അതിന് സമാന്തരമായി വിപ്ലവ സംരക്ഷക സേനയും ശക്തിപ്പെട്ടു. അതായത് ഇറാന്റെ സുരക്ഷാ സംവിധാനം തന്നെ ഇരട്ടഘടന കൈവരിച്ചു. പഴയ ഭരണകൂടത്തിന്റെ വിചാരണകൾ. വിപ്ലവാനന്തര കാലത്ത് ഷായുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ജനറൽമാരെയും ഉദ്യോഗസ്ഥരെയും വിചാരണ ചെയ്തു. വിപ്ലവ കോടതികൾ വേഗത്തിലുള്ള വിധികൾ പുറപ്പെടുവിച്ചു. പുതിയ ഭരണകൂടത്തെ പിന്തുണച്ചവർ ഇതിനെ പഴയ അടിച്ചമർത്തൽ സംവിധാനത്തോടുള്ള നീതിപൂർവമായ പ്രതികരണമായി കണ്ടു. വിമർശകർ മതിയായ നിയമ നടപടികളില്ലാത്ത പ്രതികാര നീതി എന്നാണ് ആരോപിച്ചത്. അതിനൊപ്പം പത്രമാധ്യമങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ, സർവകലാശാലകൾ എന്നിവയിലും പുതിയ നിയന്ത്രണങ്ങൾ ശക്തമായി. വിപ്ലവത്തിൽ പങ്കെടുത്തിരുന്ന ഇടതുപക്ഷ ഉദാരവാദ സംഘടനകൾ ക്രമേണ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ ഒരു ബഹുസ്വര വിപ്ലവം പതുക്കെ മതപണ്ഡിതരുടെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമായി മാറി. സാമൂഹിക സാംസ്കാരിക മാറ്റം. പഹ്ലവി കാലഘട്ടത്തിലെ പാശ്ചാത്യവൽക്കരണത്തിന് പകരം പൊതുജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ ഊന്നിപ്പറയപ്പെട്ടു. സ്ത്രീകൾക്കായി പൊതുസ്ഥലങ്ങളിൽ നിർബന്ധിത വസ്ത്രനിയമങ്ങൾ നടപ്പിലാക്കി. വിദ്യാഭ്യാസം, മാധ്യമം, കല, കുടുംബനിയമം, പൊതുപെരുമാറ്റം എല്ലാം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പുതിയ ആശയഘടനയ്ക്കനുസരിച്ച് പുനഃക്രമീകരിക്കാൻ ശ്രമിച്ചു. അതേസമയം സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും തൊഴിൽ രംഗത്തും പൂർണ്ണമായും അപ്രത്യക്ഷരായില്ല. പിന്നീട് സർവകലാശാലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വളർന്നു. ഇതുതന്നെയാണ് ഇറാന്റെ വൈരുദ്ധ്യം. ഒരു വശത്ത് കടുത്ത സാമൂഹിക നിയന്ത്രണം, മറുവശത്ത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള വലിയ സ്ത്രീ ജനസംഖ്യ. ഒരു പുതിയ ദേശീയ തിരിച്ചറിവ് ഷായുടെ കാലത്ത് ഇറാന്റെ ദേശീയ കഥയിൽ പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. വിപ്ലവത്തിന് ശേഷം കർബല, ഇമാം ഹുസൈൻ, ത്യാഗം,
അനീതിക്കെതിരായ പോരാട്ടം തുടങ്ങിയ ഷിയ പ്രതീകങ്ങൾ രാഷ്ട്രീയ ഭാഷയുടെ കേന്ദ്രമായി. ഇനി രാജ്യത്തിന്റെ നിയമസാധുത രാജകുടുംബത്തിൽ നിന്നല്ല, വിപ്ലവത്തിൽ നിന്നും ഇസ്ലാമിക മതാധികാരത്തിൽ നിന്നുമാണ്. എന്നാൽ ഈ പുതിയ ഭരണ സംവിധാനം ഉറച്ചു നിൽക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വൻ പ്രതിസന്ധിയെത്തി. അമേരിക്കയുമായുള്ള ബന്ധം പൊട്ടിത്തെറിച്ചു. തുടർന്ന് അയൽരാജ്യമായ ഇറാഖുമായി 8 വർഷം നീണ്ട യുദ്ധം. ഇറാൻ ലോകത്തോടുള്ള ബന്ധം എങ്ങനെ മാറ്റി? അമേരിക്ക സുഹൃത്തിൽ നിന്ന് പ്രധാന ശത്രുവായതെങ്ങനെ? ഇസ്രായേലുമായുള്ള രഹസ്യ സഹകരണത്തിൽ നിന്ന് തുറന്ന വൈരത്തിലേക്ക് ഇറാൻ എങ്ങനെ നീങ്ങി? തുടങ്ങിയ കാര്യങ്ങളാണ് തുടർന്ന് നാം ചർച്ച ചെയ്യുന്നത്. വിപ്ലവം രാജ്യം മാത്രമല്ല, മേഖലയെ തന്നെ മാറ്റിയപ്പോൾ 1979 മുമ്പുള്ള ഇറാൻ അമേരിക്കയുടെ പ്രധാന പ്രാദേശിക സഖ്യകക്ഷിയായിരുന്നു. ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്നു. പാശ്ചാത്യ ആയുധങ്ങളുടെ വലിയ ഉപഭോക്താവായിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം ഇറാൻ തന്റെ വിദേശ നയത്തിന്റെ ദിശ മുഴുവൻ മാറ്റി. പുതിയ മുദ്രാവാക്യം: കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്. അതായത് അമേരിക്കൻ ബ്ലോക്കിനും സോവിയറ്റ് ബ്ലോക്കിനും കീഴടങ്ങാത്ത സ്വതന്ത്ര വിപ്ലവ രാജ്യം. പക്ഷെ പ്രായോഗികമായി അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലാണ് പുതിയ ഭരണകൂടത്തിന്റെ പ്രധാന തിരിച്ചറിയലായി മാറിയത്. അമേരിക്കൻ എംബസി പ്രതിസന്ധി. 1979 ഒക്ടോബറിൽ ചികിത്സയ്ക്കായി മുൻ ഷാ അമേരിക്കയിലെത്തി. ഇറാനിലെ പലർക്കും ഇത് 953 ഓർമ്മകൾ ഉണർത്തി. അന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് മൊസദ്ദിഖിനെ പുറത്താക്കിയ രാഷ്ട്രീയ അട്ടിമറിയിൽ അമേരിക്കൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ പങ്കുവഹിച്ചിരുന്നു. അതുകൊണ്ട് അമേരിക്ക വീണ്ടും ഷായെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്ന സംശയം വിപ്ലവകാരികളിൽ ശക്തമായി. 1979 നവംബർ 4 വിദ്യാർത്ഥികൾ തെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തു. അമേരിക്കൻ നയതന്ത്രജ്ഞരും ജീവനക്കാരും ബന്ദികളാക്കപ്പെട്ടു. 52 അമേരിക്കക്കാർ 444 ദിവസം തടവിലായിരുന്നു. ഹുമൈനി ഈ നടപടിയെ പിന്തുണച്ചു. ഇതോടെ മിതവാദിയായ ഇടക്കാല പ്രധാനമന്ത്രി മെഹ്ദി ബസർഗാന്റെ സർക്കാർ രാജിവെച്ചു. അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധം തകർന്നു. ഈ പ്രതിസന്ധി 1981 ജനുവരി 20 അവസാനിച്ചത്. ഈ സംഭവം പുതിയ ഭരണകൂടത്തിന് 2 നേട്ടങ്ങൾ നൽകി. ഒന്നാമത്, വിപ്ലവത്തിന്റെ പ്രധാന ശത്രുവായി അമേരിക്കയെ ഉറപ്പിച്ചു. രണ്ടാമത്, ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മിതവാദികളെ ദുർബലപ്പെടുത്തി വിപ്ലവവാദികളുടെ അധികാരം ശക്തിപ്പെടുത്തി. പക്ഷേ അതിന്റെ വില വലുതായിരുന്നു. ഉപരോധങ്ങൾ ആരംഭിച്ചു. രാജ്യാന്തര ഒറ്റപ്പെടൽ വർദ്ധിച്ചു. ഇറാന്റെ സമ്പദ്വ്യവസ്ഥയും വിദേശ ബന്ധങ്ങളും ദീർഘകാല സംഘർഷത്തിലേക്ക് കടന്നു. ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ പൂർണ്ണമായ മറിച്ചുവിടൽ ഷായുടെ കാലത്ത് ഇറാനും ഇസ്രായേലും ഔദ്യോഗികമല്ലാത്തെങ്കിലും അടുത്ത തന്ത്രപരമായ സഹകരണം പുലർത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും അറബ് ദേശീയവാദ ശക്തികളെക്കുറിച്ചും സോവിയറ്റ് സ്വാധീനത്തെക്കുറിച്ചും ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ 1979 ശേഷം ആ ബന്ധം പൂർണ്ണമായി മാറി. ഇസ്രായേൽ എംബസിയുടെ കെട്ടിടം പലസ്തീൻ വിമോചന സംഘടനയ്ക്ക് കൈമാറി. പലസ്തീൻ പ്രശ്നത്തെ ഇറാൻ അതിന്റെ വിപ്ലവ വിദേശ നയത്തിന്റെ പ്രധാന വിഷയമാക്കി. ഇസ്രായേലിനെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചു. ഇറാൻ സ്വയം ഒരു പേർഷ്യൻ ദേശരാഷ്ട്രമായി മാത്രം സ്വയം അവതരിപ്പിച്ചില്ല, ലോക മുസ്ലിം സമൂഹത്തിന്റെയും പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെയും പിന്തുണക്കാരനായി സ്വയം അവതരിപ്പിച്ചു. വിപ്ലവം കയറ്റുമതി ചെയ്യുക എന്ന ആശയം ഖുമൈനിയുടെ ഭരണകൂടം സ്വന്തം വിപ്ലവം ഇറാന്റെ അതിർത്തിയിൽ അവസാനിക്കുന്നതല്ലെന്ന് വിശ്വസിച്ചു. ഏകാധിപത്യങ്ങൾക്കും വിദേശാധിപത്യത്തിനുമെതിരെ മുസ്ലിം സമൂഹങ്ങൾ ഉയരണമെന്ന് അവർ ആഹ്വാനം ചെയ്തു. ഈ സമീപനം അയൽ രാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ഷിയ ജനസംഖ്യയിൽ ഇറാന്റെ ആശയങ്ങൾ സ്വാധീനം ചെലുത്തുമോ എന്ന് ഭയപ്പെട്ടു. ഇത് ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് വർദ്ധിപ്പിച്ചു. എന്നാൽ എല്ലാ ഷിയ സമൂഹങ്ങളും ഇറാന്റെ മാതൃക അതേപടി സ്വീകരിച്ചിട്ടില്ല. ഷിയ മതരാഷ്ട്രീയത്തിനകത്ത് തന്നെ വിലായത്തെ ഫക്കീഹിനെക്കുറിച്ച് വിവിധ നിലപാടുകളുണ്ട്. അതുകൊണ്ട് ഷിയ ലോകം മുഴുവൻ ഇറാന്റെ നിയന്ത്രണത്തിലാണ് എന്ന ലളിതവാദം ചരിത്രപരമായി ശരിയല്ല. ഇറാൻ ഇറാഖ് യുദ്ധം 1980 സെപ്റ്റംബറിൽ സദ്ദാം ഹുസൈന്റെ ഇറാനെ ആക്രമിച്ചു. പുതിയ വിപ്ലവ ഭരണം അസ്ഥിരമാണെന്നും സൈന്യം ദുർബലമാണെന്നും ഇറാഖ് കരുതിയിരുന്നു. പക്ഷേ യുദ്ധം 8 വർഷം നീണ്ടു. വിപ്ലവത്തിന് പിന്നാലെ നടന്ന ശുദ്ധീകരണങ്ങൾ കാരണം സൈന്യം ദുർബലമായിരുന്നെങ്കിലും ഇറാനിയൻ ദേശീയതയും മതപരമായ ത്യാഗഭാഷയും ജനങ്ങളെ ഒന്നിപ്പിച്ചു. യുദ്ധം പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർത്തില്ല, പകരം പല അർത്ഥങ്ങളിലും അതിനെ കൂടുതൽ ശക്തമാക്കി. റവല്യൂഷണറി ഗാർഡിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. യുദ്ധവീരമൃത്യുവിന്റെ സംസ്കാരം രാഷ്ട്രീയ ഐക്യത്തിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ സുരക്ഷാ കേന്ദ്രിത ഭരണ സംവിധാനം ഉറപ്പിച്ചു. വിമർശനങ്ങളെ യുദ്ധകാല ഭീഷണി എന്ന പേരിൽ നിയന്ത്രിക്കാൻ സർക്കാരിന് കൂടുതൽ അവസരമുണ്ടായി. അതായത് പുറത്തെ ആക്രമണം വിപ്ലവ ഭരണത്തിന്റെ ആഭ്യന്തര ഐക്യം ശക്തിപ്പെടുത്തി. രാഷ്ട്രീയ ഘടനയിലുണ്ടായ സ്ഥിരമായ മാറ്റം. ഇറാൻ ഇന്ന് തിരഞ്ഞെടുപ്പുകളുള്ള രാജ്യമാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു, പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു, പ്രാദേശിക തിരഞ്ഞെടുപ്പുകളും നടക്കുന്നു. എന്നാൽ ആരെ സ്ഥാനാർത്ഥിയാക്കാമെന്നതിൽ ഗാർഡിയൻ കൌൺസിലിന് വലിയ പങ്കുണ്ട്. സുപ്രീം ലീഡർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനേക്കാൾ ശക്തനാണ്. സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മതസ്ഥാപനങ്ങൾ, സുരക്ഷാ ഏജൻസികൾ, വിപ്ലവ സംരക്ഷക സേന ഇവയ്ക്ക് തമ്മിൽ പരസ്പരം ബന്ധിച്ച അധികാര ഘടനയുണ്ട്.
അതുകൊണ്ടാണ് ഇറാനെ സാധാരണ ജനാധിപത്യമെന്നോ പൂർണ്ണ ഏകാധിപത്യമെന്നോ മാത്രം വിളിക്കാൻ കഴിയാത്തത്. അത് തിരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളും മതാധിഷ്ഠിത നിയന്ത്രണവും ചേർന്ന പ്രത്യേക രാഷ്ട്രീയ സംവിധാനമാണ്. സമ്പദ് വ്യവസ്ഥയിലെ മാറ്റം വിപ്ലവത്തിന് ശേഷം ഷായുമായും രാജകുടുംബവുമായും ബന്ധമുള്ള നിരവധി സ്വത്തുക്കൾ പിടിച്ചെടുത്തു. അവയിൽ പലതും ബോന്യാത്ത് എന്ന മതപരമായ ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിലായി. പ്രധാന വ്യവസായങ്ങളിൽ സർക്കാരിന്റെ പങ്ക് വർദ്ധിച്ചു. എണ്ണ സമ്പത്ത് ഇപ്പോഴും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയായി തുടർന്നു. പക്ഷേ അമേരിക്കൻ ഉപരോധങ്ങളും യുദ്ധവും അന്താരാഷ്ട്ര ഒറ്റപ്പെടലും സമ്പദ് വ്യവസ്ഥയെ കനത്ത സമ്മർദ്ദത്തിലാക്കി. അതേസമയം ഉപരോധങ്ങളെ നേരിടാൻ ആഭ്യന്തര ഉൽപാദനം, മിസൈൽ പ്രതിരോധ സാങ്കേതികവിദ്യ, ശാസ്ത്ര എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം നൽകി. ഇതിന്റെ ഫലമായി ഇറാൻ ചില സാങ്കേതിക മേഖലകളിൽ ശ്രദ്ധേയമായ കഴിവ് വികസിപ്പിച്ചു. എന്നാൽ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, നാണയമൂല്യ തകർച്ച, അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങളും തുടർന്നു. അതിനാൽ വിപ്ലവാനന്തര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചിത്രം ഇരട്ടമാണ്. സ്വയം പര്യാപ്തതയും പുരോഗതിയും ഒരു വശത്ത്, ഉപരോധവും സാമ്പത്തിക ബുദ്ധിമുട്ടും മറുവശത്ത്. ആശയപരമായ രൂപാന്തരം പഹ്ലവി ഇറാൻ സ്വയം പുരാതന പേർഷ്യൻ മഹത്വത്തിന്റെ അവകാശിയായി അവതരിപ്പിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് സ്വയം ഇമാം ഹുസൈന്റെ അനീതിവിരുദ്ധ പാരമ്പര്യത്തിന്റെ അവകാശിയായി അവതരിപ്പിച്ചു. ഷായുടെ ഭരണത്തിൽ രാജാവിനോടുള്ള വിശ്വസ്തത പ്രധാനമായിരുന്നു. പുതിയ ഭരണത്തിൽ വിപ്ലവത്തോടും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടും സുപ്രീം ലീഡറോടുമുള്ള വിശ്വസ്തത കേന്ദ്രമായി. മുൻപ് ദേശീയ ശക്തിയുടെ അടയാളം പാശ്ചാത്യ ആയുധങ്ങളും ആധുനിക രാജകൊട്ടാരങ്ങളുമായിരുന്നു. പിന്നീട് ദേശീയ ശക്തിയുടെ അടയാളം പ്രതിരോധം, സ്വയം പര്യാപ്തത, രക്തസാക്ഷിത്വം, ഉപരോധങ്ങളെ അതിജീവിക്കൽ എന്നിവയായി മാറി. വിദേശനയത്തിലെ പുതിയ ശൃംഖല കാലക്രമേണ ഇറാൻ പരമ്പരാഗത സൈനിക സഖ്യങ്ങളെക്കാൾ വ്യത്യസ്തമായൊരു പ്രാദേശിക മാതൃക വികസിപ്പിച്ചു. ലെബനനിലെ ഹിസ്ബുള്ള പോലുള്ള കൂട്ടായ്മകളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. പലസ്തീൻ സംഘടനകൾക്കും മറ്റു പ്രാദേശിക സഖ്യകക്ഷികൾക്കും പിന്തുണ നൽകി. ഇറാൻ ഈ ബന്ധങ്ങളെ പ്രതിരോധ അച്ചുതണ്ട് എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. വിമർശകർ അതിനെ ഇറാന്റെ പ്രാദേശിക സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള പ്രതിനിധി ശൃംഖലയായി കാണുന്നു. ഇതോടെ ഇറാന്റെ പ്രതിരോധ പരിധി സ്വന്തം അതിർത്തികളിൽ മാത്രമല്ല, ലെവന്റ് പ്രദേശത്തേക്കും ഇറാഖിലേക്കും യമനിലേക്കും വ്യാപിച്ചു. ഇത് ഇറാനെ വലിയ പ്രാദേശിക ശക്തിയാക്കി. അതേസമയം സൗദി അറേബ്യ, ഇസ്രയേൽ, അമേരിക്ക എന്നിവയുമായുള്ള സംഘർഷവും രൂക്ഷമാക്കി. റഷ്യയും ചൈനയും അമേരിക്കയുമായുള്ള ബന്ധം തകർന്നതോടെ ഇറാൻ മറ്റു ശക്തികളുമായി ബന്ധം വികസിപ്പിച്ചു. റഷ്യയുമായി സൈനിക, ആണവ, നയതന്ത്ര സഹകരണം വർദ്ധിച്ചു. ചൈന ഇറാന്റെ പ്രധാന വ്യാപാര ഊർജ്ജ പങ്കാളികളിലൊന്നായി. എന്നാൽ ഇറാന്റെ മുദ്രാവാക്യം കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല എന്നതായിരുന്നുവെങ്കിലും പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമായപ്പോൾ പ്രായോഗികമായി റഷ്യയെയും ചൈനയെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നു. ഇതും വിപ്ലവത്തിന്റെ മറ്റൊരു വൈരുദ്ധ്യമാണ്. വിദേശാശ്രിതത്വത്തിനെതിരെ നടന്ന വിപ്ലവം പിന്നീട് പുതിയ അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളിലേക്കും ആശ്രയങ്ങളിലേക്കും നീങ്ങി. വിപ്ലവം വിജയിച്ചോ? ഇപ്പോൾ നിങ്ങളോട് നേരിട്ട് ചോദിക്കട്ടെ, 1979 വിപ്ലവം വിജയിച്ചോ? ഉത്തരം, നിങ്ങൾ വിജയമെന്നതിലൂടെ എന്തർത്ഥമാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. രാജവാഴ്ച അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം നോക്കിയാൽ അതെ, വിജയിച്ചു. അമേരിക്കൻ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യം നോക്കിയാൽ അതെ, വലിയ മാറ്റമുണ്ടായി. സ്വതന്ത്ര സൈനിക രാഷ്ട്രീയ ശക്തിയായി ഇറാനെ ഉയർത്തുക എന്നതിൽ ഗണ്യമായ നേട്ടമുണ്ടായി. പക്ഷേ പൂർണ്ണ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സാമ്പത്തിക സമൃദ്ധി, എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ സാമൂഹിക അവകാശം ഇവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ വിമർശനങ്ങൾ വളരെ ശക്തമാണ്. പിന്തുണയ്ക്കുന്നവർ പറയുന്നത് വിപ്ലവം ഇറാനെ വിദേശ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ചു, ദേശീയ ആത്മാഭിമാനം തിരികെ നൽകി, ശാസ്ത്രത്തിലും പ്രതിരോധത്തിലും സ്വയം പര്യാപ്തത സൃഷ്ടിച്ചു. വിമർശകർ പറയുന്നത് ഒരു രാജാധിപത്യത്തെ പുറത്താക്കി മറ്റൊരു കേന്ദ്രീകൃത മതാധികാരം സ്ഥാപിച്ചു, രാഷ്ട്രീയ എതിർപ്പിനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിച്ചു, രാജ്യത്തെ ദീർഘകാല ഉപരോധത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചു. ഇരുവാദങ്ങളിലും ചരിത്രത്തിന്റെ ഭാഗങ്ങളുണ്ട്. 1979 ഫെബ്രുവരി 1 പാരീസിൽ നിന്ന് പറന്നുയർന്ന ആ വിമാനം ഒരു യാത്രക്കാരനെ മാത്രം കൊണ്ടുവന്നതല്ല. അതൊരു രാജവാഴ്ചയുടെ അവസാനവും ഒരു ഇസ്ലാമിക ഭരണപരീക്ഷണത്തിന്റെ തുടക്കവും അമേരിക്കയുമായുള്ള ദീർഘകാല ശത്രുതയും മധ്യപൂർവ്വദേശത്തിന്റെ ശക്തി സമവാക്യത്തെ മാറ്റിയ ഒരു പുതിയ ആശയവുമാണ് കൊണ്ടുവന്നത്. ഖുമൈനി ഇറാനെ മാറ്റിയോ? തീർച്ചയായും. പക്ഷേ അതിനേക്കാൾ വലുതായ ചോദ്യം ഇതാണ്: ഖുമൈനി സൃഷ്ടിച്ച സംവിധാനമാണോ ഇന്നത്തെ ഇറാനെ നിയന്ത്രിക്കുന്നത്? അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇറാനിയൻ സമൂഹം ഒരു ദിവസം ആ സംവിധാനത്തെ തന്നെ മാറ്റുമോ? ഇതാണ് ഇറാന്റെ കഥയെ ഇന്നും അത്രമേൽ ആകർഷകമാക്കുന്നത്. വിപ്ലവത്തിന്റെ മണിമുഴക്കം 1979 മുഴങ്ങി. പക്ഷേ അതിന്റെ പ്രതിധ്വനി ഇന്നും ലോകരാഷ്ട്രീയത്തിൽ കേൾക്കുന്നു.